ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നഷ്ടം വരാതെ ഒരു ക്ലയൻറ്റിന് എങ്ങനെ ഒരു വീട് പണി മുന്നോട്ട് കൊണ്ടുപോകാം. പല ആൾക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊരുപാട് നഷ്ടങ്ങളും നമുക്ക് വരാറുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് എക്സ്ട്രാ വർക്കുകൾ ചെയ്യുന്നത്, അതായത് കിച്ചണിലെ വാതിലൊക്കെ ഇടിച്ച് നമ്മൾ മാറ്റി വെക്കുന്നതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ആ സൈറ്റിൽ വന്നു. ഞങ്ങൾ ആ ഡോറ്, കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന ഡോറ് ഞങ്ങൾ അവിടെ നിന്ന് ഇളക്കി മാറ്റി. ഇതാ ഈ ഇരിക്കുന്ന ഡൈനിങ് ഹാളിൽ ഇരിക്കുന്ന ഈ ഒരു സൈഡിൽ ജനൽ നമ്മൾ ഇളക്കി മാറ്റിയത്, എന്നിട്ട് അവിടെ ഡോറാക്കി. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചണിൽ ആ ഡോറ് പോകുമ്പോൾ കുറച്ചും കൂടി സ്പേസ് കിട്ടും. അതുപോലെ തന്നെ ഈ ജനൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ഈ നിങ്ങൾക്ക് കാണാൻ പറയും ചെറിയൊരു കിച്ചണാണ്. അപ്പം ഈ ഒരു ഡോറും കൂടി പോകുമ്പോൾ ഇത്തിരി സ്പേസ് കിട്ടും. അതുപോലെ തന്നെ ഈ സ്റ്റെയറിൻ്റെ ഇവിടെ നമ്മൾ ഒരു ഡോറും ഒരു വിൻഡോയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ജനൽ ഇവിടെ ഇരുന്നിട്ട് ഒരു ഉപയോഗമില്ല, കാരണം ഇതിനകത്ത് അത്യാവശ്യം വെട്ടം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇനി ഈ ജനൽ ഇവിടെ നിന്ന് ഇളക്കി നമ്മൾ സെൻറ്ററിലോട്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എക്സ്ട്രാ ഒരുപാട് വർക്ക് ആയി വരികയാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ക്ലയൻറ്റിന് നഷ്ടമാണ് വരുന്നത്. കാരണം ഇതിൻ്റെ പണിക്കൂലി, പിന്നെ ഇനി ഈ ജനലും വാതിലൊക്കെ ഇടിച്ച് ഇളക്കി എടുത്ത് അപ്പുറത്ത് വെക്കണം. അപ്പോൾ നമ്മൾ കട്ടളയൊക്കെ വെച്ച് കോൺക്രീറ്റ് ഫ്രണ്ട് കോൺക്രീറ്റ് ചെയ്ത് പോകുന്ന ഒരു ബലം നമ്മൾ രണ്ടാമത് വെക്കുമ്പോൾ കിട്ടില്ല. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളത് അതിനനുസരിച്ച് ക്ലാമ്പൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്യാൻ. അപ്പോൾ പണി കൂടുതലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു പ്ലാൻ വരച്ച്, ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർക്കും കേൾക്കാൻ അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് അവർ കേൾക്കാത്തത്. നമുക്ക് പ്ലാൻ വരച്ച് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ആ പ്ലാൻ നമുക്ക് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് റൂമിൻ്റെ അളവ്, നമുക്ക് കിച്ചൻ്റെ അളവെല്ലാം നമുക്ക് ആ പ്ലാനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല ക്ലയൻറ്റിനും ഇതിൽ കിടക്കുന്ന അളവ് 3, 10, 5, 20 ഇങ്ങനത്തെ അളവ് കൊടുക്കുമ്പോൾ അവർക്ക് അറിയത്തില്ല ഇത് എത്ര കാണും എന്ന് അവർക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ ബേസ്മെൻറ്റ് ഫൗണ്ടേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു രൂപം നമുക്ക് മനസ്സിൽ വരും. നമ്മൾ റൂമിനൊക്കെ ഇത്രയും സ്പേസേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് പടവ് കെട്ടാൻ നേരത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്തണം. അതായത് ഡോർ എവിടെ വരണം. അപ്പോൾ പ്ലാനിൽ ഫിക്സ്ഡ് ആയിട്ട് ഒരു ഡോറിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കും. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മൾ ഡോർ വെക്കുന്നത്. പക്ഷേ ക്ലയൻറ്റിന് പിന്നീട് അത് അവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡോർ ഇളക്കി മാറ്റി വെച്ചേ പറ്റുള്ളൂ. കാരണം ക്ലയൻറ്റാണ് കാശ് മുടക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇവിടെ പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ആദ്യമേ ക്ലയൻ്റ് ഒന്ന് ചിന്തിക്കണം, നമുക്ക് ഡോർ ഇവിടെ വേണോ. ഇതെല്ലാം കെട്ടി തീർന്നതിന് ശേഷമാണ് ഒരു സ്പേസ് കുറവ് പോലെ ഫീൽ ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഡോറ് നമ്മൾ ഇപ്പുറത്തോട്ടാക്കിയത്. അപ്പോൾ ഇനിയിപ്പം വീട് വെക്കുന്നവരായിരുന്നാലും, അതായത് പഴയ വീട് പുതുക്കി മെയിൻ്റെനൻസ് ചെയ്ത് എടുക്കുന്നവരാണെങ്കിൽ പോലും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു കട്ടള വെക്കാനോ അല്ലെങ്കിൽ ഒരു ഡോറ് വെക്കാനോ നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അതൊരു പ്ലാൻ ചെയ്യണം. അതായത് ഒരു ജനലാണ് വെക്കുന്നതെങ്കിൽ ആ ജനൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, അല്ലെങ്കിൽ അവിടെ ഒരു അലമാര വല്ലതും ചെയ്യാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടോ, അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത്, ഒന്നുമില്ല ധൈര്യമായിട്ട് നമുക്ക് അവിടെ ജനൽ കൊടുക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവിടെ കൊടുക്കാം. അവിടെ വേറൊരു വിഷയം വരുന്നില്ല. അല്ലാതെ നമ്മൾ അവിടെ മതി എന്ന് പറഞ്ഞിട്ട് അത് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ആ ഒരു സ്ഥാനം മാറ്റി പണി ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് നഷ്ടം വരും. കാരണം നമ്മൾ ഈ പൊട്ടിച്ചതൊക്കെ പിന്നെ കെട്ടി അടയ്ക്കണം, അതിൻ്റെ ഒരു ദിവസത്തെ പണിക്കൂലി. അപ്പോൾ എങ്ങനെ നോക്കിയാലും അത് നഷ്ടമാണ് വരുന്നത്. പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ഒരു ബലം കിട്ടുന്നില്ല. നമ്മൾ സാധാരണ കട്ടളയും ജനലും ഞാൻ പല സൈറ്റിലും കണ്ടിട്ടുണ്ട്. ആൾക്കാർ കെട്ടി അങ്ങ് പോകും. കട്ടളയും ജനലും ആ സമയത്ത് അതിൻ്റെ കൂടെ വയ്ക്കില്ല, പിന്നീടായിരിക്കും അവർ വെക്കുന്നത്. പക്ഷെ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അവരുടെ പൈസ ഇല്ല, ഇപ്പം പൈസ ഇല്ലാത്തതുകൊണ്ട് കട്ടളയൊന്നും എടുക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ വീട് പണി ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൈസ ഒപ്പിച്ച് കട്ടളയും ജനലും ഒക്കെ അതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ബലമായിരിക്കും. കാരണം ഈ ടോപ്പിൽ വരുന്ന ലിൻഡിലിൻ്റെ കോൺക്രീറ്റൊക്കെ ആ കട്ടളപ്പടിയിൽ നല്ല ഇരിക്കുമ്പോൾ ആ കട്ടള നല്ല ഒരു ബലമായിരിക്കും. നമ്മൾ രണ്ടാമത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഈ കാർപ്പൻറ്റർമാർ വന്ന് പാളി ശേഖരിക്കാൻ വേണ്ടി അടിക്കുമ്പോൾ ചെറിയൊരു ഷേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഷേക്ക് വരാതിരിക്കണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ ക്ലാമ്പും ചെയ്ത് കോൺക്രീറ്റും ചെയ്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷേക്ക് വരാൻ ചാൻസ് കുറവാണ്. അപ്പം
പല ആൾക്കാർക്കും ഉള്ളൊരു വലിയൊരു ഡൗട്ടാണ്. നമ്മൾ വീട് വെച്ചതിന് ശേഷം, അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ നേരത്ത്, ഈ കട്ടളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ നേരത്ത് ഇടിച്ച് പൊട്ടിച്ച് ഇത് ചെയ്യുമ്പോൾ എന്തെങ്കിലും വിലക്കുറവ് വരുമോ എന്നൊക്കെ പല ആൾക്കാർക്കുള്ള സംശയമാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പഴയ ആദ്യം വെച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബലം കിട്ടത്തില്ല. പിന്നെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം ഇതൊരു ചിലപ്പം നമ്മളെ ക്ലയൻറ്റിന് അവിടെ ഒരുപാട് ഇത് വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് ചേഞ്ച് നമ്മൾ വരുത്തിയിട്ടുണ്ട് ഈ ഒരു വീട്. കാരണം ഒരു എഞ്ചിനീയർ വരച്ച പ്ലാൻ അനുസരിച്ചല്ല നമ്മളിവിടെ ഇപ്പം ചെയ്തിരിക്കുന്നത്. കാരണം അകത്തൊക്കെ ഡൈനിങ് ഹാൾ മാറി, സ്റ്റെയർ മാറി, ബാൽക്കണി ഇല്ലായിരുന്നു, ഇപ്പം ഒരു ബാൽക്കണിയായി. അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ ഒരുപാട് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങേ നമ്മൾ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു കിച്ചണൊക്കെ ഇട്ട് വലുതാക്കി നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ പ്ലാനിലനുസരിച്ചിരിക്കുന്ന അളവേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പ്ലാനിൻ്റെ, കാരണം ഔട്ട് സൈഡൊക്കെ കറക്റ്റ് അളവായിരിക്കണം. ഔട്ട് സൈഡിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിൽ അതിനകത്ത് വരുത്താം, ഔട്ട് സൈഡ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മളൊരു വീട് വെക്കാൻ ശ്രമിക്കുമ്പോൾ മാക്സിമം അതിന് പഴയ വീട് പുതുക്കി പണിയുന്നവരായിരുന്നാലും എങ്ങനെയുള്ള ആൾക്കാരായിരുന്നാലും മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം, കംപ്ലീറ്റും ഒന്ന് പ്ലാൻ ചെയ്യണം. നിങ്ങൾക്ക് പ്ലാനിങ് ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന മേസ്ത്രിയുടെ അടുത്തോ, അല്ലെങ്കിൽ ആ വർക്ക് എടുത്തിരിക്കുന്ന കോൺട്രാക്ട് എടുത്തോ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിൻ്റെ അടുത്തോ വേണമെങ്കിൽ ഒന്നും കൂടി ഒരു അഭിപ്രായം ചോദിക്കും. നമുക്കൊരു ഡോറ് വെച്ച് ഇവിടെ കട്ടള ഇങ്ങോട്ട് ഈ സൈഡിൽ വെച്ചാൽ പോരെ. അപ്പോൾ അതിനുള്ള ഒരു നല്ലൊരു ഉത്തരം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. കാരണം പല ആൾക്കാർക്കും അറിയത്തില്ല. കാരണം അവർ അറിഞ്ഞുകൂടാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതനുസരിച്ച് നിൽക്കും. പല ആൾക്കാർക്കും ആ ഒരു സമയത്ത് നമുക്കൊന്നും തോന്നില്ല. നമ്മൾ ചെയ്ത് തീർന്ന് സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റും കഴിഞ്ഞതിന് ശേഷമായിരിക്കും പല ആൾക്കാർക്കും തോന്നുന്നത് അത് അവിടെ വേണ്ടായിരുന്നു, ഇപ്പുറത്ത് കൊടുത്താൽ മതിയായിരുന്നു എന്ന് തോന്നണം. അത് പിന്നെ നമ്മൾ ഈ നമ്മളിപ്പോൾ ഈ കോൺട്രാക്ട് എടുത്ത് വർക്കാണ് ചെയ്യുന്നതെങ്കിൽ ഇത് കോൺട്രാക്ടിന് നഷ്ടം വരും. പിന്നെ രണ്ടാമത് ഇതിന് സെപ്പറേറ്റ് കാശ് മേടിക്കണം. അത് ക്ലയൻറ്റിനും ഒരു ബുദ്ധിമുട്ടായിരിക്കും, കോൺട്രാക്റ്റിനും ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളൊരു വർക്ക് എടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ ആദ്യമേ കറക്റ്റ് എല്ലാം നോക്കി ചെക്ക് ചെയ്ത്, ഈ ഡോർ ഇവിടെ വരണം, ജനൽ ഇവിടെ വരണം, എല്ലാം വളരെ ശ്രദ്ധിച്ച് ഐഡിയപൂർവമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു നഷ്ടം വരാൻ ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം പല ആൾക്കാർക്കും കാശ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയൊരു വീടായിരിക്കും. പക്ഷെ ചെയ്തു വരുമ്പോൾ അവരുടെ പ്ലാൻ മാറും. പ്ലാൻ മാറുന്നതിനനുസരിച്ച് നമ്മളെ കയ്യിലെ കാശും മാറും. അതുകൊണ്ട് മാക്സിമം ഒരു വീട് വർക്ക് ചെയ്യുന്നവർ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനത്തെ മിസ്റ്റേക്കുകളും നഷ്ടങ്ങളും വരത്തില്ല. ഇതൊക്കെ ഇരട്ടി പാഴ് ചെലവാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഒരു സപ്പോർട്ടും ചെയ്തേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.